പ്രിയപ്പെട്ട ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കുഞ്ഞാൻചെത്തിയാഞ്ചന്മാർക്കും നമസ്കാരം. എവിടെ ഒരു ആർപ്പുളിയൊന്നും ഇല്ലല്ലോ, കുറച്ചുകൂടെ ഒരു ആവേശം, എനർജി. ഒത്തിരി സന്തോഷം. ഇത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് എന്തായാലും മതി. കാരണം ഇരിക്കേണ്ടവർക്ക് ഇരുന്ന് കാണുകയും ചെയ്യാം, നിൽക്കേണ്ടവർക്ക് ഡാൻസ് ചെയ്ത് ആസ്വദിച്ച് കാണുകയും ചെയ്യാം. നല്ലൊരു തീരുമാനമായി പോയി. ഒരുപാട് സന്തോഷം. കാരണം ഞാൻ കുറച്ച് നാളായി ഈ ഏരിയയിൽ വന്നിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ട് നീണ്ടൂര് അല്ലേ, ഈ അടുത്ത് എവിടെയോ വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും മുട്ടുചിറപ്പള്ളി അറിയത്തില്ലാത്ത ലോകത്ത് ഒരു മലയാളിയും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുട്ടുചിറപ്പള്ളിയിൽ നമ്മുടെ പള്ളിയെ പറ്റിയല്ലേ പറയണം. ഒരു വിസിലടി ആയാലും കുഴപ്പമില്ല, അത്ര നല്ലൊരു കാര്യമല്ലേ പറഞ്ഞത്. കാരണം ഇത് നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടേ ബുക്ക് ചെയ്തതാ. അപ്പം തൊട്ട് എനിക്കും ഭയങ്കര ഒരു സന്തോഷം. കാരണം അൽഫോൻസാമ്മയുടെ എന്താ പറയുക, പള്ളി എന്ന് പറയുന്നത്, ഞാൻ പാലാക്കാരിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഭരണജ്ഞാനം ഒക്കെ നമ്മൾ എപ്പോഴും പോകാറുള്ള സ്ഥലമാണ്. ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അൽഫോൻസാമ്മയുടെ അടുത്ത്. അപ്പോൾ അൽഫോൻസാമ്മ ജനിച്ചു വളർന്ന വീട് എന്നൊക്കെ നമ്മൾ മുട്ടുചിറ പള്ളിയെ പറ്റി എപ്പോഴും കൊച്ചിലേ തൊട്ട് കേൾക്കുന്നതാണ്. അപ്പോൾ ആ പള്ളിയിൽ വരിക എന്ന് പറയുന്നത്, പള്ളിയിലൊന്നും കയറാൻ പറ്റിയില്ല, പക്ഷേ പണ്ടെപ്പോഴും ഞാൻ വന്നിട്ടുണ്ടാവും. പള്ളിയിൽ വരിക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയ, ഈ വർഷത്തെ തന്നെ വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും നല്ല ഗംഭീരമായിട്ട് വർഷമായിക്കോട്ടെ, ആയിരിക്കും. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ അൽഫോൻസാമ്മയുടെ അടുത്തുനിന്ന് എപ്പോൾ വേണമെങ്കിലും പള്ളി കയറി പ്രാർത്ഥിച്ച് അനുഗ്രഹം ഇങ്ങനെ മേടിച്ചുകൊണ്ടേയിരിക്കും. അത് വലിയൊരു ഭാഗ്യമാണ്. പിന്നെ എന്താ പറയുക, ഈ പ്രോഗ്രാം ഇവിടെ നടത്താൻ കാരണം നമ്മുടെ ബേബി ചായനും ഫാമിലിയാണ്. പുത്തൻ പുരക്കൽ ചേച്ചി ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്, അദ്ദേഹം ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടത് നമ്മൾ ഓസ്ട്രേലിയയിൽ പെർത്തിൽ വെച്ച്. പെർത്തിൽ നമ്മൾ 2 ഷോ, ഒരു ദിവസം കഴിഞ്ഞ് പിന്നെ അടുത്ത ദിവസം തന്നെ ഷോ ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം വിചാരിച്ചു എന്നാൽ പിന്നെ ഇവിടെ ഒരു ഷോ ബുക്ക് ചെയ്യാമെന്ന്. അപ്പം ഒരുപാട് പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നാട്ടുകാർക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം പള്ളിക്ക് വേണ്ടി ചെലവഴിക്കാൻ എല്ലാ കോടീശ്വരന്മാർക്കും ഒരു മനസ്സുണ്ടാവണമെന്നില്ല. അപ്പം നിങ്ങളുടെ ബേബി ചായന്, നിങ്ങളുടെ സ്വന്തം ബേബി ചായന് നല്ലൊരു കൈയ്യടി കൊടുത്തേ. കാരണം ഇനി ഞാൻ മാത്രമല്ല, വരും വർഷങ്ങളിൽ ഇതുപോലെ ഒരുപാട് ഇതിനേക്കാളും വലിയ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഇതേപോലെയുള്ള നല്ല മനസ്സുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ അത് നമുക്ക് നല്ലതാണ്. അതേപോലെ എനിക്കിന്ന് വലിയൊരു സന്തോഷം, ഒരു പ്രത്യേക പ്രസരിപ്പിന്ന് എൻ്റെ മുഖത്ത് തോന്നുന്നുണ്ടോ? അത് മേക്കപ്പിൻ്റെ അല്ല. എന്തായിരുന്നറിയോ, ഫാദർ കൊല്ലിത്താനത്ത് മലയിൽ എബ്രഹാം അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് എൻ്റെ പിശാച് ബാധ ഒഴിവാക്കി. അല്ല, ഞാൻ ചുമ്മാ പറഞ്ഞല്ല, അച്ഛനെ എനിക്ക് പണ്ടേ അറിയാം. മറ്റേ നമ്മുടെ പുത്തമ്പള്ളി, പാലായിലൊരു പുത്തമ്പള്ളിയിലെ പണ്ട് അച്ഛന് എനിക്ക് പരിചയമുണ്ടായിരുന്നു. ഇപ്പോഴും അച്ഛൻ്റെ മുഖം എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി. ഞാൻ പറഞ്ഞു, അച്ഛാ ഒരാഴ്ചയായിട്ട് എന്തോ ചില ദുസ്വപ്നങ്ങൾ കാണുന്നു, രാത്രി പ്രേതത്തെ കണ്ട് ഞാൻ എണീക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞു, കൊച്ചേ നിന്റെ അടുത്ത് ഒരു പ്രേതവും വരികയായിരുന്നു എന്ന് പറഞ്ഞ അച്ഛൻ ഒരു കുരിശൊക്കെ വരച്ചു. അതെനിക്ക് ഭയങ്കര ഒരു ആശ്വാസം, ഒരു പ്രത്യേക ഒരു സന്തോഷം എനിക്ക് കിട്ടി. അതേപോലെ ഇവിടുത്തെ കൊച്ചന്മാരാന്ന് തോന്നുന്നു, മാത്യു അച്ഛനും ആന്റണി അച്ഛനും ആണോ, എബ്രഹാം അച്ഛനും, 3 അച്ഛന്മാരുടെ പേര് എനിക്ക് കിട്ടി. അപ്പോൾ ഓക്കെ, ഇനി എനിക്ക് വേണ്ടത്, എന്നെ നോക്കി ഇങ്ങനെ ബ്ലിങ്കസിയാന്ന് നിൽക്കരുത് ഫോണും പിടിച്ച്. ഒരു ചിരി, ഒരു പുഞ്ചിരി, ഒരു കയ്യടി, ഒരു ആർപ്പുവിളി, ഒരു പള്ളിപ്പെരുന്നാളിന്റെ ഫീൽ എനിക്ക് കിട്ടണം. സാധാരണ കോട്ടയംകാർക്ക് ഇത്രയും ആവേശം പോരല്ല, കുറച്ചുകൂടി എനർജി വേണം. എനിക്ക് ഒന്ന് തുടക്കമല്ലേ അല്ലേ, ഒന്ന് പതുക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് മിണ്ടി. ഒരുപാട് സമയമില്ല, 2.5 മണിക്കൂറുള്ളൂ. എനിക്കൊരു കുഴപ്പമുണ്ട്, നമ്മൾ പാലക്കാർക്കെല്ലാം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, വർത്താനം പറഞ്ഞ് ഒരുപാട് അങ്ങ് സംസാരിക്കും. എന്ത് വേണം, 2 മണിക്കൂർ നിന്ന് സംസാരിച്ചാലോ? ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, പാട്ടിലോട്ട് പോവാം അല്ലേ. ജീവൻ നിറയണം കേട്ടില്ലല്ലോ എന്നാ മാസ്ക് വെച്ചോണ്ടിരുന്ന ചേട്ടൻ, ഒറ്റ ഒരാൾ ഇവിടെ ഫ്രണ്ടിൽ മാസ്ക് വെച്ചോണ്ടിരിക്കുന്നത് ചേട്ടൻ വിചാരിച്ചോ ഇല്ലയോ?
അവർക്ക് വേണ്ടി 2025 പോയ വർഷം നമുക്ക് കുറേ നല്ല ഗാനങ്ങൾ കിട്ടിയതിൽ ഒരു നല്ലൊരു ഗാനമായിരുന്നു. ഈ ഗാനം ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്നേഹിക്കുന്ന ആത്മാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. സ്നേഹം എന്ന് പറയുമ്പോൾ ഒരു നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ആരൊക്കെ തമ്മിൽ സ്നേഹിക്കുന്നുണ്ട്? ഒന്ന് കൈപോക്കുവോ? പൊന്നെ, അച്ഛനെ പേടിച്ചിട്ടാണോ നടത്തില്ല. ഒരു ചുമന്ന ഷർട്ടിട്ട ചേട്ടൻ മാത്രം കൈപൊക്കി. പാവം. ഞാൻ പറഞ്ഞ നിങ്ങൾ ആരും അറിയാണ്ട് രഹസ്യമായി സ്നേഹിക്കുന്ന സ്നേഹമൊന്നുമല്ല. ഭാര്യയ്ക്ക് ഭർത്താവിനെ സ്നേഹിക്കാം, ഭർത്താവിന് ഭാര്യനെ സ്നേഹിക്കാം, കല്യാണം കഴിച്ചവര്, കല്യാണം കഴിക്കാൻ പോകുന്നവര്, ചിലപ്പോൾ കല്യാണം കഴിക്കുക, അങ്ങനെ എന്തല്ല. അതാ ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ തൊട്ടടുത്ത് നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ഒക്കെ ഇരിക്കുന്നുണ്ടെന്ന് കൈ കയറി പിടിച്ച് തൊട്ടാലും മതി, കയറി പിടിക്കണ്ട. ഏതോ ഒരു ഇരുട്ടത്ത് ഏതോ ഒരു സ്ഥലത്ത് കയറി പിടിക്കാൻ പറഞ്ഞ് ഏതോ ഒരു ചേട്ടനെ ഏതോ ഒരു ചേച്ചിയെ കയറി പിടിച്ചു. അതുപോലെ ഇവിടെ വേണ്ട. എന്നിട്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ദൈവം അനുഗ്രഹിച്ച് സ്നേഹിക്കുക, നല്ല സ്നേഹിക്കാൻ ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ പകുതി പ്രോബ്ലംസും തീർന്നു. എല്ലാ വിഷമങ്ങളും ഷെയർ ചെയ്യാനും അതൊരു കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. പക്ഷേ ഈ ചേട്ടൻ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത് ഞാൻ പറയട്ടെ. എന്നിട്ട് ഈ പറഞ്ഞ ചേച്ചിയുടെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ എന്നല്ലേ എല്ലാം എനിക്ക് ചിന്തിക്കുമ്പോൾ സൂക്ഷിച്ച് ചിന്തിക്കണം കേട്ടോ. എന്നിട്ട് ആ ഫോണിന്റെ പുറകില് ഒരു ടോർച്ച് ലൈറ്റ് ഉണ്ട്, ഒരു ഫ്ലാഷ് ലൈറ്റ്. അതൊന്നും എല്ലാവരും എടുത്ത് നോക്കട്ടെ. അത് മെസ്സേജ് അയക്കാനും കോൾ ചെയ്യാനും മാത്രം, വീഡിയോ പിടിക്കാനും അല്ല. ഇത് സിനിമ ഷൂട്ട് ചെയ്യുന്ന പോലെ ഇവിടെ പലരും ഷൂട്ട് ചെയ്യുന്നു. എന്തിനാണാവോ? ഇതൊക്കെ തന്നെ ഞാൻ എല്ലായിടത്തും ചെയ്യുന്നത്, പ്രത്യേകത ഒന്നുമില്ല. എല്ലാവരും എടുത്ത് നോക്കട്ടെ. നിങ്ങളെ കൊണ്ട് ഞാൻ ഇളക്കാൻ പറ്റുമോ നോക്കട്ടെ. കുറച്ചൊരു ആവേശക്കുറവുണ്ട്, എനർജി കുറവ്. ചോറ് കഴിച്ചില്ലേ? എടുത്ത് ഇവിടെ കുറെ പേരെടുത്തു. ഇനി കുറെ ഗ്യാപ്പ്. ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. എങ്ങനെയാ ഈ തിരി കത്തിക്കല് വഴി നമ്മളെല്ലാവരും തമ്മിൽ ഈ പ്രോഗ്രാമിന് വന്നവർ ഇപ്പോൾ ഒരു രണ്ട് മനസ്സായിട്ട് നിൽക്കുക. എവിടെ നിന്നൊക്കെയോ വന്ന് എങ്ങോട്ടൊന്ന് വന്ന് ഒരു പരിപാടി കാണാൻ വന്ന് നിൽക്കുക. പക്ഷെ ഈ ഒരു ലൈറ്റ് കത്തിക്കുന്നവരോട് നമ്മളെല്ലാം ഒന്നായി മാറും, ഒരു കുടുംബമായിട്ട് ഒന്നായി മാറാൻ പോകുക. ഇവിടെ ഇല്ല, ലൈറ്റ് ഇല്ല. ഇവിടെ നോക്കാം എന്തോരം ലൈറ്റ് ഉണ്ടെന്ന്. എടുക്കെടുക്ക, എന്നോട് ഇഷ്ടമുള്ളവരെല്ലാവരും എടുക്കും. ആഹാ, നോക്കി എന്ത് രസം. ഐ ലവ് യു മുട്ടിച്ചെറുക്കാരെ. ഇവിടെ ഇല്ല, കുറച്ചുകൂടെ ലൈറ്റ്. ഇവിടെ ഇച്ചിരി സ്നേഹക്കുറവുണ്ടല്ലോ. എന്നിട്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് സ്വിങ് ചെയ്ത് നോക്കി എന്ത് രസമാണ് ഇരുട്ടത്ത് ഇങ്ങനെ കാണാൻ. വേറെ എവിടെയും പോകണ്ട. നിങ്ങൾ ഇഷ്ടപ്പെട്ട ആളുമായിട്ട് നിങ്ങൾ എങ്ങോട്ടാന്ന് വെച്ചാൽ പോക്കോ. എന്തിന്, നമ്മുടെ പള്ളി തന്നെ മതി. ഇവിടെ തന്നെ നമുക്ക് സ്നേഹിക്കാം, സ്നേഹം വാരിക്കോരി കൊടുക്കാം. റെഡി? Yeah.